Question വായിക്കാം. An aeroplane is flying at a height of 200 meter with a horizontal velocity of 7 meter per second. A shot is fired from a gun from the ground when the plane is exactly above the gun. What should be the minimum initial velocity of the shot and the angle of elevation in order to hit the aeroplane? ക്വസ്റ്റിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്റോപ്ലെയിൻ ഉണ്ട്, അത് ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് 200 മീറ്റർ ഹൈറ്റിലാണ് ഈ എയ്റോപ്ലെയിൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എയ്റോപ്ലെയിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 70 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ഗ്രൗണ്ടിൽ ഒരു ഗണ്ണുണ്ട്, ഈ കാണിച്ചിരിക്കുന്നതാണ് ഗണ്ണ് എന്ന് പറയുന്നത്. ഈ ഒരു ഗണ്ണ് ഇങ്ങോട്ട് ഫയർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എയ്റോപ്ലെയിന് തകർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫയർ ചെയ്യുകയാണ്. എപ്പോഴാണ് ഫയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗണ്ണിന് തൊട്ട് മുകളിലായിട്ട് എയ്റോപ്ലെയിൻ എത്തുന്ന എപ്പോഴാണോ ആ ഒരു സമയത്താണ് ഇവിടുന്ന് ഫയർ ചെയ്യുന്നത്. ഓക്കെ, എയ്റോപ്ലെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എപ്പോഴാണ് ഫയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ എയ്റോപ്ലെയിൻ എത്തുന്ന എപ്പോഴാണോ ആ സമയത്തായിരിക്കും ഇത് ഫയർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ മിനിമം ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ ഷോട്ട് ആൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഇൻ ഓർഡർ ടു ഹിറ്റ് ദ എയ്റോപ്ലെയിൻ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നും എത്ര വെലോസിറ്റിയിൽ ഫയർ ചെയ്താലാണ് ആ ഒരു ഷോട്ട് ഈ ഒരു എയ്റോപ്ലെയിനിൽ ഹിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മിനിമം ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് എത്ര ആംഗിളിലായിരിക്കണം ഇവിടുന്ന് ഷോട്ട് വിടേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഈ ഗണ്ണിൽ നിന്ന് പോകുന്ന ഈ ഒരു ബുള്ളറ്റിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഈ ഒരു ഷോട്ടിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് US എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫിഗറിലാണ് ഇത് മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഗണ്ണിരിക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ എയ്റോപ്ലെയിൻ ഉള്ളത്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഇവിടുന്ന് ഷോട്ടിൽ നിന്നും ഫയർ ചെയ്തത്. നമ്മുടെ ആ ഒരു ഷോട്ടിൻ്റെ പാത്തും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. എയ്റോപ്ലെയിൻ ഈ കാണുന്ന ഒരു പോയിന്റിൽ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ബുള്ളറ്റ് അവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടുന്ന് പോകുന്ന ബുള്ളറ്റിൻ്റെ ആ ഒരു ഷോട്ടിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി മാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് എൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി. അതിന് നമുക്ക് US എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഷോട്ടിന് ഞാൻ US എന്ന് നെയിം ചെയ്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുകയാണ് അല്ലേ. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വെലോസിറ്റിനെ നമുക്ക് എയ്റോപ്ലെയിൻ്റെ വെലോസിറ്റി ഞാൻ UA എന്ന് കൊടുക്കുകയാണ്. അത് ക്വസ്റ്റിൽ പറയുന്നത് എത്രയാണ്? 70 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഷോട്ട് ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഏതാണ്? ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഷോട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ എത്താൻ വേണ്ടി എടുത്ത ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാനതിന് ആ ഒരു ഡിസ്റ്റൻസിന് SS എന്ന് മാർക്ക് ചെയ്യുകയാണ്. അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് എയ്റോപ്ലെയിൻ ഈ പോയിന്റിൽ നിന്നും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ട്രാവൽ ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ SA എന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ടേംസ് ഒക്കെ ഞാനിവിടെ ഡിഫൈൻ ചെയ്തു. ഈ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് SA-യും SS-ഉം സെയിം ആണ് അല്ലേ. അതായത് ഈ ഷോട്ട് ഇവിടെ വരെ എത്താനുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് SS ആണ്, എയ്റോപ്ലെയിൻ അവിടെ എത്താനുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും SA ആണ്. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം SA = SS എന്ന് എഴുതാം. ഫസ്റ്റ് നമുക്ക് SA കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എയ്റോപ്ലെയിൻ ഇവിടെ നിന്നും ഇവിടെ വരെ ട്രാവൽ ചെയ്യാനുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എയ്റോപ്ലെയിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ പോലത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയാണ്? വെലോസിറ്റി = എന്താണ്? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമിനാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു S കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്താൽ മതി അല്ലേ. അതായത് വെലോസിറ്റി ഓഫ് എയ്റോപ്ലെയിൻ ഇൻറ്റു ടൈം ചെയ്താൽ മതി അല്ലേ. നമുക്ക് വെലോസിറ്റി അറിയാം, എത്രയാണ് എയ്റോപ്ലെയിൻ്റെ വെലോസിറ്റി? UA എന്ന് പറഞ്ഞ വെലോസിറ്റി എത്രയാണ്? 70 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ SA = നമുക്ക് എന്തെന്ന് കിട്ടി? 70t എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് S കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ ഈ ഷോർട്ട് ട്രാവൽ ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? SS = അത് ഈ SS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഈ ഷോർട്ട് ട്രാവൽ ചെയ്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഈ SS കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാര്യം അതൊരു പ്രൊജക്റ്റൈൽ മോഷനാണ് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിൽ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്താണ്? S = UT + ½ AT² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. U എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഷോട്ട് ആണ് അല്ലേ. അത് നമുക്ക് അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ US എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇൻറ്റു T എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല, അത് നമ്മളിവിടെ എഴുതി. പ്ലസ് ½ AT². എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ് അല്ലേ. ഇവിടെ ആക്സിലറേഷൻ ഉണ്ടോ? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SS എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന എന്തായിരുന്നു? ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊജക്റ്റൈൽ മോഷനിൽ എന്താണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റി ഏത് പോയിന്റ് എടുത്താലും സെയിം ആണ്. ഈ പോയിന്റിലും സെയിം ആണ്, ഈ പോയിന്റിലും സെയിം ആണ്, ഈ പോയിന്റിലും ഏത് പോയിന്റ് എടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ആക്സിലറേഷൻ ഇല്ല. കാര്യം എന്താണ്? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ
വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ് അല്ലേ. ഇതിൽ വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല, അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. അപ്പോൾ ആക്സലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് ടേം അവിടെ ഇല്ല, സെക്കൻഡ് ടേം നമുക്ക് 0 എന്ന് എടുക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് എന്ത് വെലോസിറ്റിയാണ്, ഈ US ആണോ വേണ്ടുന്നത്, USന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് വേണ്ടത്. കാര്യം എന്താണ്, നമ്മളിവിടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് ഈ US ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ആ ഒരു ഇൻക്ലിനേഷനാണ് ഇവിടെ ആൽഫ എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ ഈ USന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം, USന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് ഈ US ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമുക്ക് എങ്ങനെ എഴുതാം, കൊസൈൻ കമ്പോണന്റ് ആണ് അല്ലേ. അപ്പോൾ US കോസ് ആൽഫ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അതേ സമയത്ത് നമുക്ക് അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും കണ്ടുപിടിക്കാം. എന്തായിരിക്കും വെർട്ടിക്കൽ കമ്പോണൻറ്റ്, സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. US ഇൻറ്റു സൈൻ ആൽഫ എന്നായിരിക്കും. ഈ USന് പറയുന്നത് എഴുതണം, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടുള്ള US കോസ് ആൽഫ എഴുതാം. അപ്പോൾ US ഇൻറ്റു കോസ് ആൽഫ ഇൻറ്റു ടി എന്ന് പറഞ്ഞു. അപ്പോൾ SS കണ്ടുപിടിച്ചു, SIയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ രണ്ടിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ നോക്കിയേ. 70T = US കോസ് ആൽഫ ടി എന്ന് കിട്ടും. ഈ രണ്ട് സൈഡിലും ടി ഉണ്ട്, ഈ രണ്ട് സൈഡിലും ടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന എന്താണ്, US കോസ് ആൽഫ = 70 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കി, ഈ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്തല്ലേ. ഇനി നോക്കി, ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് നമുക്ക് എടുക്കാം. ഈ വെർട്ടിക്കൽ കമ്പോണന്റ്, ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ നിന്നും ഇവിടെ വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. 200 മീറ്റർ ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ. എയറോപ്ലെയിൻ ഈസ് ഫ്ലൈങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 200 മീറ്റർ ആണ്. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഗ്രൗണ്ടിൽ നിന്നും ഇവിടെ വരെ എത്താനുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 200 മീറ്റർ ആണ് ആ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിലെ മറ്റൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് V² = U² + 2AS എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 200 എന്ന് പറയുന്ന ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഇവിടെ വരുന്ന ഈ U² എന്ന് പറയുന്നത് എന്ത് കമ്പോണൻ്റ് ആയിരിക്കണം, ഈ USന്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കണം. കാരണം നമ്മളിവിടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്, അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിരിക്കണം എടുക്കുന്നത്. അപ്പോൾ ഈ യുവിന് പകരം ഞാനിവിടെ ഈ യുവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എഴുതുകയാണ്. എന്താണ്, US സൈൻ ആൽഫ ഹോൾ സ്ക്വയർ പ്ലസ് 2AS. ഇവിടെ നോക്കിക്കേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, താഴേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ മോഷൻ എങ്ങോട്ടാണ്, മേലോട്ടാണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം, -G എന്നാണ് കൊടുക്കേണ്ടത്. അപ്പം ഇവിടെ -2G എന്ന് വരും. അടുത്തത് S എത്രയാണ്, ഈ ഒരു ഹൈറ്റ് ആണ് അല്ലേ. ആ ഹൈറ്റ് നമുക്കറിയാം എത്രയാണ്, 200 ആണെന്ന് അറിയാം, ഇൻറ്റു 200 എന്ന് കൊടുത്തു. ഇനി അടുത്തത് ഈ V ആണ്. ഈ V എന്ന് വെച്ചാൽ എത്രയാണ്, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി ആണ്, അതെന്ന് പറയുന്നത് എത്രയാണ്, 0 ആണ്. ഇനി നമുക്ക് ഇതിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ US സൈൻ ആൽഫ ഹോൾ സ്ക്വയർ = 2G ഇൻറ്റു 200 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേനും 3924 എന്നായിരിക്കും കിട്ടുക. ഇനി US സൈൻ ആൽഫ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 62.64 എന്നാണ്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് നോക്കിക്കേ. ഇക്വേഷൻ നമ്പർ 2ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, US സൈൻ ആൽഫയാണ്, അതിവിടെ എഴുതി. പിന്നെ ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് US കോസ് ആൽഫയാണ്, അതിവിടെ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 2ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ എഴുതാം. എത്രയാണ്, 62.64 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 70 ആണ്. ഇവിടെ ഈ USഉം ഈ USഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്താണ്, ടാൻ ആൽഫയാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.8949 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് ആൽഫ എങ്ങനെ കിട്ടും, ആൽഫ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ടാൻ ഇൻവേഴ്സ് ചെയ്താൽ മതി അല്ലേ. ടാൻ ഇൻവേഴ്സ് 0.8949 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൽഫേൻ്റെ വാല്യൂ കിട്ടുന്നത് 41.82 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ ഓഫ് എലിവേഷൻ നമുക്ക് കിട്ടിയ എത്രയാണ്, 41.82 എന്ന് കിട്ടി. ഇത് മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ല, മിനിമം ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. ഈ USനെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1ലെ
ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ആൽഫേൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ കിട്ടും? യുഎസിനെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 70 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ചെയ്താൽ മതി അല്ലേ? ഈ കോസ് ആൽഫ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 70 ഡിവൈഡ് ബൈ കോസ് ആൽഫയ്ക്ക് വരെ എന്ത് കൊടുക്കുക? 41.82 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് യുഎസിൻ്റെ വാല്യൂ കിട്ടുന്നത് 93.93 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതായത് ഇവിടെ നിന്നും ഈ ഷോട്ട് ചെയ്യാനുള്ള ആ ഒരു ഇനിഷ്യൽ വെലോസിറ്റി, മിനിമം ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 93.93 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ആയിരിക്കണം? 41.82 ആയിരിക്കണം.